ഇതിൽ ആരുടെ ഭാഗത്താണ് ന്യായം? ഇതിൽ ഈ കാറുകാരൻ പറയുന്നത് പോലെ ഇടവിട്ട് സിംഗിൾ ലൈൻ ഉള്ള എല്ലായിടത്തും ഓവർടേക്ക് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇതിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, സെൻട്രൽ ഗവൺമെന്റ് ഒഫീഷ്യൽ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മോട്ടോർ വെഹിക്കിൾസ് ഡ്രൈവിംഗ് റെഗുലേഷൻസ് 2017 സെക്ഷൻ 14 ക്ലോസ് 3 പ്രകാരം നമ്മളുടെ ഓവർടേക്കിംഗ് എതിരെ വരുന്ന വാഹനങ്ങളുടെ ട്രാഫിക്കിനെ തടസ്സപ്പെടുത്താനായിട്ട് സാധ്യതയുണ്ടെങ്കിൽ ഓവർടേക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ സെക്ഷൻ 14 ക്ലോസ് 5 ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ലെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ട്രാഫിക് സിറ്റുവേഷൻ ക്ലിയർ അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ ഓവർടേക്കിംഗ് വിലക്കിയിട്ടുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള ട്രാഫിക് സൈനുകളുള്ള സാഹചര്യത്തിൽ, കണ്ടിന്യൂസ് സിംഗിൾ അല്ലെങ്കിൽ ഡബിൾ സോളിഡ് ലൈനുകൾ കൊണ്ട് മാർക്ക് ചെയ്ത സാഹചര്യങ്ങളിൽ, ഏതെങ്കിലും തരത്തിലുള്ള ബെൻഡോ കോർണറോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സം കാരണം എതിരെയുള്ള റോഡ് ക്ലിയർ അല്ലാത്ത സാഹചര്യങ്ങളിൽ, ഏതെങ്കിലും തരത്തിലുള്ള ജംഗ്ഷൻ, ഇന്റർസെക്ഷൻ, പെഡസ്ട്രിയൻ ക്രോസിംഗ്, സ്കൂൾ സോൺ, ഹോസ്പിറ്റൽ സോൺ, കൺസ്ട്രക്ഷൻ സോൺ എന്നിങ്ങനെയുള്ള സൈൻ ബോർഡുകൾ കൊണ്ട് വിലക്കിയിരിക്കുന്ന സാഹചര്യങ്ങൾ, ഇത്തരം സാഹചര്യങ്ങളിൽ ഓവർടേക്കിംഗ് അനുവദനീയമല്ല. അതുപോലെ തന്നെ സെക്ഷൻ 14 ക്ലോസ് 6 പ്രകാരം ഓവർടേക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഓവർടേക്ക് ചെയ്യാനുള്ള ഡ്രൈവറുടെ ഇന്റൻഷൻ വ്യക്തമാക്കിക്കൊണ്ട് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുകയും ഓവർടേക്ക് ചെയ്താൽ ഉടനെ തന്നെ റോഡിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി നീക്കാനായിട്ട് ശ്രദ്ധിക്കുകയും വേണമെന്ന് ആക്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതുപോലെ കൂടുതൽ ലീഗൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഫോളോ അഡ്വൈസ്.